ഹായ് ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഇവിടെയും ഞങ്ങൾക്ക് ഒരുവിധം സുഖം തന്നെ. മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ? അപ്പം ഞാൻ ഇന്ന് മഴ ആയതുകൊണ്ട് ഒരു കഞ്ഞിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. കർക്കിടകവുമല്ലേ, അങ്ങനെ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി പയറും ചെറുപയറും ഉലുവയും എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് അത് ഞെവടി കഴുകി കൊണ്ടുവന്ന് കുക്കറിനകത്ത് കുറച്ച് വെള്ളം വെച്ചു. അതിനകത്ത് ഇത് ഞെവടി കഴുകി കൊണ്ടുവന്ന് ഇടുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും കൂടി ഇട്ട് ഞാൻ കുക്കറിനകത്ത് ഒരു 3-4 വിഷിലടിച്ച് എടുക്കുകയാണ്. അപ്പം നമ്മുടെ കഞ്ഞി ഏകദേശം ഇവിടെ റെഡിയാവും. പിന്നെ ഉലുവയിലൊക്കെ ധാരാളം ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ധാരാളം പോഷകങ്ങളും ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഉലുവയിൽ. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കുവാനും മുടിക്കും ചർമ്മത്തിനുമെല്ലാം നല്ലതല്ലേ ഉലുവ. പ്രത്യേകിച്ച് ഇപ്പം കർക്കിടക മാസവും കൂടെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഇതൊക്കെ കഴിക്കുന്നത് ഉത്തമമാണ്. ഉലുവയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിൻ എ, സി തുടങ്ങിയവയും ധാരാളം അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഉലുവ കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അങ്ങനെ നമ്മുടെ കഞ്ഞിയെല്ലാം ഇവിടെ വിഷിലടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതൊന്ന് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ സ്വല്പം ഈ ഉലുവയുടെ കയ്പ്പൊക്കെ ഒന്ന് മാറാൻ, എനിക്ക് ഉലുവ കഞ്ഞി കുടിക്കുന്നത് ഇഷ്ടമാണ്. വീട്ടിൽ മറ്റുള്ള അംഗങ്ങൾക്ക് ചിലപ്പം കഞ്ഞി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതുകൊണ്ട് അതിന് വേണ്ടി ഇച്ചിരി മധുരവും കൂടെ ചേർക്കാൻ വേണ്ടി ഇച്ചിരി ചക്കര കൂടി നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പം വിഷിലടിച്ച് കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഇച്ചിരി ചക്കര ഞാൻ ഉരുക്കിയെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഏറ് പോകുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ ഏറ് പോകുമ്പോൾ അതിനകത്തോട്ട് ഈ ചക്കര വെള്ളവും കൂടെ ഒഴിച്ച് എടുക്കും. ശർക്കരയിൽ വല്ല കല്ലോ മണ്ണോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഉരുക്കിയെടുക്കുന്നത്. അന്നേരം അരിച്ചൊഴിച്ചെടുക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ കഞ്ഞി കുടിക്കാൻ കല്ല് കടിക്കത്തില്ലേ, മണ്ണ് കടിക്കത്തില്ലേ, അതുകൊണ്ട്. അപ്പം നമ്മുടെ പയർ, അരി, ഉലുവയെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി അരിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ കൂടി ചുരണ്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തേങ്ങാപ്പാൽ ഞാൻ മിക്സിയിൽ അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് നമുക്കെടുക്കാം. ഇതൊന്ന് തിളച്ചിട്ട് തേങ്ങാപ്പാലൂടെ ഒഴിക്കാം. അപ്പോൾ ടേസ്റ്റിയും ഹെൽത്തിയുമായ നല്ല ഒരു കഞ്ഞിയാണിത് കേട്ടോ. ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഉലുവ കഞ്ഞി വെച്ച് കുടിക്കണം. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. മുടിക്കും ചർമ്മത്തിനും എല്ലാം ഉത്തമമായ നല്ല ഒരു ആഹാരമാണ്. പിന്നെ മഴയല്ലേ, തണുപ്പത്ത് കഞ്ഞി കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമവും. ഉലുവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിൻ എ, സി തുടങ്ങിയവയും ധാരാളം അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഉലുവ കഴിക്കുന്നത് ഉത്തമമാണ്. ഉലുവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും കൊളസ്ട്രോൾ കുറയ്ക്കുകയും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടുകയും ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ശരീരത്തിന് ഒത്തിരി അതുപോലെ ഉലുവ മുലപ്പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും പിന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും എല്ലാം ഉലുവ ഉപയോഗിക്കുന്നു. ശരീരത്തിലെ വിഷാംശങ്ങളെ ഇല്ലാതാക്കാനും പ്രതിരോധശേഷി കൂട്ടാനും എല്ലാം ഉലുവയുടെ വെള്ളം കുടിക്കുന്നതൊക്കെ ഏറ്റവും ഉത്തമമാണ്. അങ്ങനെ നമ്മുടെ കഞ്ഞിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ചതച്ച് പാലെടുത്ത തേങ്ങാപ്പാൽ കൂടി ഇതിനകത്ത് ഒഴിച്ച് നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ നല്ല ഒരു കഞ്ഞിയാണ്. നിങ്ങളും ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പം അതിലൊരു ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നല്ല സൂപ്പർ ഒരു കഞ്ഞിയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി കുടിക്കണം കേട്ടോ. ഓക്കെ, ബായ്.